ജനസഭ തത്സമയ സംപ്രേഷണമാണ് പാലക്കാട് കോട്ട മൈതാനിൽ. പ്രശാന്ത് അതിന് മറുപടി അടുത്ത ചോദ്യത്തിലേക്ക് എനിക്ക് പോകണം. പെട്ടെന്ന് ഞാൻ മറുപടി പറയുകയാണ്. ഇവിടെ നേരത്തെ ഉത്തർപ്രദേശിലെ സ്ത്രീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ലോകം മുഴുവൻ വൻ നാശം വിതച്ച കോവിഡ് മഹാമാരിക്കിടയിലെ ഒരു ആംബുലൻസിനകത്ത് കോവിഡ് രോഗിയെ പീഡിപ്പിച്ച അപമാനം ഉണ്ടായത് കേരളത്തിലാണ്. ഇതേ കേരളത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് ചികിത്സക്കായി എത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച് പിച്ച് ചീന്തിയതും ഇതേ കേരളത്തിലാണ്. മലയാളികളെ തലകുനിച്ചു നിന്നു. വാളയാറിലെ 2 പിഞ്ചു പെൺകുട്ടികളെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി. ഇവിടെയൊന്നും നിങ്ങളുടെ രോഷം പൊന്തില്ല. കാരണം നിങ്ങളുടെ കണ്ണങ്ങ് കോങ്കണ്ണാണ്. കാരണം അങ്ങോട്ട് വടക്കോട്ട് മാത്രമേ നോക്കുള്ളൂ. വടക്കോട്ട് മാത്രം നോക്കുന്ന ആളുകള് നടക്കുന്ന കാര്യത്തില് എന്തുകൊണ്ടാണ് നിങ്ങൾ കോവിഡ് രോഗി ആംബുലൻസിനകത്ത് പീഡിപ്പിച്ചപ്പോ പറഞ്ഞില്ല? ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തിക്കാട്ടി കേരളത്തിൽ നടക്കുന്ന വലിയ സംഭവങ്ങളെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ പറഞ്ഞു ഉജ്ജ്വല യോജന തുടങ്ങി 30 പദ്ധതികള് കോൺഗ്രസിന്റെ പദ്ധതികൾ പേര് മാറ്റി 32 പോട്ടെ 50 വെച്ചോ. 18 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണ്ടാന്ന് 32 ഞങ്ങൾ അവിടെ 32 പദ്ധതികള് 60 വർഷം ശരി ആയിക്കോട്ടെ. 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് നടപ്പിൽ വരുത്താൻ ഈ 32 പദ്ധതികൾ നിങ്ങൾക്ക് സാധിച്ചില്ല. അത് നടപ്പിൽ വരുത്താൻ 56 നെഞ്ചലുള്ള ബോധ്യം വരേണ്ടി വന്നു. 10 വർഷം നിങ്ങൾക്ക് 60 വർഷം ഈ 32 പദ്ധതികൾ എന്താ നടത്താൻ പറ്റിയില്ല? അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ അധികാരത്തിലുണ്ടാവുക. എന്താ നടത്തിയില്ല? ജനങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങളെ വലിച്ചങ്ങെറിഞ്ഞിക്കണേ. രാഹുൽ ഗാന്ധിക്ക് ഒരു മിനിറ്റ്. അവിടെ രാഹുൽ ഗാന്ധി പരമ്പരാഗതമായി മത്സരിച്ചിരുന്ന അമേഠിയിൽ മത്സരിക്കാനുള്ള ധൈര്യമില്ല. കാരണം തോൽക്കു പേടി. അതുകൊണ്ട് എന്താ അമേഠിയിൽ മത്സരിക്കോ? പേടിച്ച് ഓടി തുരുത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അടുത്ത രക്ഷ അറബിക്കടലിൽ മാത്രമേ ഉള്ളൂ. ഇനി അറബിക്കടലിൽ മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിർമ്മാണ തൊഴിലാളി 20 ലക്ഷത്തോളം നിർമ്മാണ തൊഴിലാളികളാണ് ക്ഷേമനിധി ബോർഡിലുള്ളത്. 3.5 ലക്ഷത്തോളം തൊഴിലാളികൾ പെൻഷൻ വാങ്ങുന്നവരുണ്ട് 60 വയസ്സ് കഴിഞ്ഞിട്ട്. അതിൽ 8 മാസമായിട്ട് പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങൾ വില്ലേജ് സമരം നടത്തുന്ന 14 മാസം. ഒരു മിനിറ്റ് ചേട്ടാ, എനിക്കറിയാം നിങ്ങൾ അതിൽ എനിക്കറിയാം ഞാൻ ആവശ്യം ധനസഹായം കൊടുത്തിട്ട് 2 വർഷമായി. പ്രസവ ആനുകൂല്യം 15,000 രൂപ കൊടുത്തിട്ട് 2 വർഷമായി. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുത്തിട്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞ് ഇവിടെ സമരനത്ത സംവിധാനമാണ്. സാധാരണ അമ്മമാര് ബാങ്കുകൾ ഇറങ്ങിയ സമയത്ത് മക്കളില്ലാത്ത അമ്മമാര് ഇറങ്ങുന്ന സമയത്ത് ഇന്നും പെൻഷൻ കൊടുക്കാൻ കഴിയില്ല. തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ അധികാരത്തിൽ നിന്നല്ലേ നടപ്പിലാക്കുന്നു പറയുന്ന ഇടതുപക്ഷ സർക്കാർ വന്ന KSRTC ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. 233 കോടി രൂപ വരുമാനമുണ്ടായി. 1 കോടി രൂപയാണ് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കേണ്ടത്. ഇത് ആരുടെ ഖജനാവിൽ കൊടുക്കണം? ഇന്നും കൊടുക്കുന്നില്ല. എല്ലാ ഡിപ്പോകളും സമരം നടത്തുന്നു. കർഷകർ, നിങ്ങൾ പറഞ്ഞു ഓണത്തിന് കളക്ടറേറ്റിന് മുന്നിൽ എല്ലാ പത്രങ്ങളും എഴുതി കർഷകരുടെ സമരം. ഇത് നാട്ടുകാർ കാണുന്നതാ. പാലക്കാട് ജില്ല കളക്ടറേറ്റില് കർഷകർ നടത്തിയ സമരം സഖാവ് കണ്ടിട്ടുണ്ടായില്ല, പത്രം വായിച്ചിട്ടുണ്ടായില്ല, അന്ന് കണ്ണു തുറന്നിട്ടുണ്ടാകില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി ആവശ്യപ്പെടുന്നു, ഞങ്ങൾ വന്ന തൊഴിലാളികൾക്ക് എല്ലാ കാര്യം നടപ്പിലാക്കുന്നു പറയുന്ന സർക്കാർ ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. ആരാ മുടക്കിയത്? നരേന്ദ്രമോദി സർക്കാരില്ല, നിങ്ങൾ മുടക്കി. അങ്ങനെ മുടങ്ങും ഉണ്ടാകും മന്ത്രി. ഞാനൊരു അപേക്ഷയുമായി സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ ആ പേപ്പർ നീങ്ങില്ല. അവന് ശമ്പളം കിട്ടാത്തതുകൊണ്ട് അതിന്റെ ഉത്തരവാദി ആരാ? ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ. സഖാവൊന്ന് പറ. ഭരണപരാജയമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം BMSന്റെ നേതാവായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിർമ്മാണ തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും ഒക്കെ ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പേരാണ് CPIM. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനകത്തും നിങ്ങൾ BMS ഉള്ള പല സംസ്ഥാനം നിങ്ങൾ പോയി നോക്കിക്കോ, ഒരിടത്തുമില്ല.
ഈ കേരളത്തിൽ മാത്രമാണ് നിർമ്മാണ കർഷക തൊഴിലാളിക്ക് ക്ഷേമനിധി ബോർഡ്, നിർമ്മാണ തൊഴിലാളിക്ക് ക്ഷേമനിധി ബോർഡ്, തൊഴിലുറപ്പ് പദ്ധതിക്ക് ക്ഷേമനിധി ബോർഡ്, ഇതെല്ലാം ഉണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. പിന്നെ ഇവിടെ പറഞ്ഞു കർഷകരുടെ സമരത്തെ കുറിച്ച് പറഞ്ഞു. DMSന്റെ നേതാവ് ദയവ് ചെയ്ത് പത്രം BJP-ക്കാർ വായിക്കുമെന്ന് എനിക്കറിയില്ല. TV ഒന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയാൽ ഡൽഹിയിൽ കർഷകർ നടക്കുന്ന സമരം ഇപ്പോഴും കാണാം. ആ സമരത്തിന് BMS-കാർ ഒപ്പമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ കൃഷിക്കാരൻ നടത്തുന്ന സമരത്തിന്റെ കൂടെ BMS-ഉം BJP-യും അണിനിരക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഇവിടെ പറഞ്ഞു ഈ കേരളത്തിനകത്ത് പെൻഷൻ പറഞ്ഞല്ലോ. നിങ്ങൾ നരേന്ദ്രമോദി ഈ കേരളത്തിൽ ഭിന്നശേഷിക്കാർക്ക് എത്രയാ നിങ്ങളുടെ വിഹിതം എത്രയാ? കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്രയാ? കേരളം കൊടുക്കുന്നത് 1600 രൂപയാണ്. മുതിർന്ന പൗരന്മാർക്ക് നിങ്ങളുടെ വിഹിതം എത്രയാ? BJP-യുടെ വിഹിതം എത്രയാ? കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാ? ഞങ്ങൾ കൊടുക്കുന്നത് 1600 രൂപയാണ്. പിന്നെ ഭിന്നശേഷിക്കാരെയൊന്നും നിങ്ങൾ വില വെക്കില്ല എന്നറിയാം. പ്രശാന്ത് തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ശാരീരികമായ മനുഷ്യന്റെ അവസ്ഥയെപ്പോലും അവസ്ഥയോടെ കാണുന്ന BJP-യുടെ രാഷ്ട്രീയ നിലപാടിന്റെയാണ് മണിപ്പൂരിൽ 23-കാരിയായ പെൺകുട്ടിയെ RSS-ന്റെ അക്രമിക്കൂട്ടം നൂൽബന്ധമില്ലാതെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് ഈ നാട്ടിലെ എല്ലാ ചാനലുകളിലും വന്നു. ബിൽക്കീസ് ബാനുവിനെ പിച്ചിച്ചിന്തിയ 12 RSS-കാരെ ഗുജറാത്തിലെ ഇന്ത്യയുടെ സുപ്രീം കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചപ്പോ ആ ശിക്ഷ ഇളവ് കൊടുത്ത് പറഞ്ഞു വിട്ട സർക്കാരിന്റെ പേര് BJP-യുടെ സർക്കാർ എന്നാണ്. അതിനെതിരായി ഇന്ത്യയുടെ സുപ്രീം കോടതി വരെ പോയി ബിൽക്കീസ് ബാനുവിന്റെ കേസിലെ പ്രതികളെ ഉള്ളിലടയ്ക്കുന്നതിന് കൂട്ടുനിന്ന നേതാവിന്റെ പേര് സുഭാഷിണി അലി എന്നാണ്. CPIM-ന്റെ PB അംഗമാണ്. അപ്പോ സ്ത്രീകളുടെ മാനാഭിമാനത്തെ കുറിച്ച് BMS-ഉം BJP-യും ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഉള്ള കാലത്തോളം ഒരാൾക്കും ഈ കേരളത്തിൽ ഒരു ഭയവുമില്ലാതെ യോഗിയുടെ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. മണിപ്പൂരിലെ കാര്യം ഇങ്ങനെ എല്ലാ ജനസഭകളിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പൂഞ്ഞാറിലെ ഒരു പള്ളിയിൽ ഒരു വൈദികനെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആ കേസിലെ പ്രതികളുടെ ഒന്നും പേര് പുറത്തു പറയരുത് എന്ന് കൃത്യമായി ആഭ്യന്തര മന്ത്രാലയം, ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം കൊടുത്തു. എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് വിലപിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് പൂഞ്ഞാറിലെ ആ പള്ളിയിലെ അച്ഛന്റെ വികാരിയുടെ ആ വേദന അതിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ശ്രീ അനിൽ നമ്പ്യാർ ഏതെങ്കിലും ഒരു ആഭ്യന്തര വകുപ്പ് പ്രതിയുടെ പേര് പറയണ്ടെന്ന് പറഞ്ഞാൽ പറയാത്തതാണോ? ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിനകത്ത് BJP അധികാരത്തിൽ വന്നതോടുകൂടി 2 വിഭാഗങ്ങൾ തമ്മിൽ നൽകി വർഗീയമായ കലാപം അവിടെ ഉണ്ടാക്കി ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ചില്ലാതാക്കുന്നു. അത് BJP-യുടെ രാഷ്ട്രീയ നിലപാടാണ്. ഇപ്പോ നമ്മുടെ രാജ്യത്തിനകത്ത് പൗരത്വ ഭേദഗതി നിയമം ഉണ്ടായി. ആ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭരണഘടനയുടെ മതനിരപേക്ഷത തല്ലിക്കെടുത്തി ഒരു മതം നിങ്ങൾ അപേക്ഷയിൽ എഴുതിയാൽ റിജക്ട് ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ആ നിലപാട് ഇന്ത്യയിൽ BJP ഉണ്ടാക്കുമ്പോ കോൺഗ്രസിന്റെ നിലപാടെന്താ? CAA-യുടെ കാര്യത്തിൽ എന്താണ് നിലപാടെന്ന് ചോദിച്ചപ്പോ ഖാർഗെ പറഞ്ഞത് പറയാം, പുലർന്നിട്ട് പറയാം. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവായ ഉണ്ണിത്താൻ പറഞ്ഞത് ഞങ്ങൾ അതിനൊപ്പമാണ്. CAA-ക്കൊപ്പമാണോ നിങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. രാജ്യത്തിനകത്ത് വർഗീയതയ്ക്കെതിരായി ആ വർഗീയത വിസമ്മതിപ്പിക്കുന്ന RSS-നും BJP-ക്കും എതിരായിട്ടാണ് ഞങ്ങളുടെ യുദ്ധം, ഞങ്ങളുടെ നിലപാട്. ഒരു മണിക്കൂർ മൈക്ക് മാത്രം പ്രസംഗിക്കാൻ എവിടെ അവസരമില്ല. ആര് സംസാരിക്കട്ടെ. ഒരു മിനിറ്റ് മൂപ്പർക്ക് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ മൈക്ക് കൊടുക്കാൻ എല്ലാവരും ഇരിക്കും. കേട്ടോണ്ട് പറഞ്ഞോണ്ടേ അതായത് 72,000 കോടി രൂപയുടെ കാർഷിക കടം എഴുതി തള്ളിയത് കോൺഗ്രസ്.
ഇവിടെ കേന്ദ്രത്തില് കോൺഗ്രസ് ഭരിക്കുമ്പോ UPA സർക്കാർ ഭരിക്കുമ്പോ നരേന്ദ്രമോദി എഴുതി തള്ളിയത് നീരവ് മോദിയുടെ പണവാ. ഇവിടെ കോടിക്കണക്കിന് രൂപ അംബാനിക്കും അദാനിക്കും ഉണ്ടാക്കാൻ കൊടുത്തതാ ഈ BJP. പിന്നെ ഇവിടെ പറഞ്ഞില്ല 14 മാസത്തെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പണം കൊടുക്കാത്തത് CPM ആ. എന്നിട്ട് നിതിനേട്ടൻ പറയാണ് അത് പറയണത് ആ ബോർഡ് കൊണ്ടുവന്നത് CPM ആണെന്നാ പറഞ്ഞത്. ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഘടകകക്ഷിയായിട്ടുള്ള NCPയുടെ ജില്ലാ പ്രസിഡന്റ് രാമസ്വാമി എന്ന് പറയുന്നവരോട് ചോദിക്കൂ, ആരാ കൊണ്ടുവന്നത്? AC ജോസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കൊണ്ടുവന്നതാ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ആ ബോർഡിലൂടെ പാവപ്പെട്ട ആളുകളെ 14 മാസത്തെ വിവാഹ ധനസഹായവും ചികിത്സാ ധനസഹായവും മറ്റുള്ള ഒരു ആനുകൂല്യം കൊടുക്കാത്തത് അവര് BJP പാവപ്പെട്ട ആളുകളെ 2 കോടി തൊഴിൽ കൊടുക്കാന്ന് പറഞ്ഞ് വഞ്ചിച്ച ആളുകളോട് വീണ്ടും ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാൻ വേണ്ടി മാത്രം വായി തുറക്കുന്ന സ്വഭാവം. എനിക്ക് കുറച്ച് സമയം ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് പ്ലീസ് പറയും. ഓക്കെ, പറയും. നേരത്തെ അദാനിയെ കുറിച്ചൊക്കെ പറഞ്ഞു. രാജസ്ഥാനിലെ ഒരു 3-4 മാസം മുമ്പാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ കോൺഗ്രസ് ഭരണമായിരുന്നു. ആ കോൺഗ്രസ് ഭരണത്തിൽ 60,000 കോടി രൂപയുടെ പദ്ധതിയാണ് നിങ്ങൾ ഈ പറഞ്ഞ അദാനി അങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് അദാനി വന്ന പുണ്യവാളൻ. നിങ്ങൾ ഭരിക്കാതെ BJP ഭരിക്കുന്ന സ്ഥലത്തേക്ക് അദാനി വരുമ്പോൾ അദാനി ഏറ്റവും വലിയ ഭീകരൻ. ഇതെന്താ ഒരേ സമയത്ത് ഉപദേശിക്കുകയും ചെയ്യുക, ഊതും ചെയ്യണം. നിങ്ങൾ ഭരിക്കുമ്പോൾ വരുമ്പോൾ പുണ്യവാളൻ അദാനി രാജസ്ഥാനിൽ വന്ന, BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് വന്നാൽ അദാനി പ്രശ്നക്കാരൻ. ഇതെന്താണിത്? ഇതെന്താ ഡബിൾ സ്റ്റാൻഡേർഡോ? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയും, ആ പേര് ഇവിടെ പറയാൻ പറ്റില്ല, എന്തോ പറയും, ഡബിൾ സിൻഡ്രോം എന്തോ പറയും. അത് ചർച്ചയിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞു ഇവിടെ വലിയ രീതിയിൽ ഘോരം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. കോൺഗ്രസ് അങ്ങനെ ചെയ്തു, കോൺഗ്രസ് ഇങ്ങനെ ചെയ്തു. ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തിയിട്ടുള്ള, എസ്പെഷ്യലി കേരളത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളുടെ ചില വിവരങ്ങൾ ഞാൻ നൽകാം. ഇവിടെ മോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം പാവപ്പെട്ട, വീടില്ലാത്ത, സ്വന്തമായി ഭൂമിയുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം എത്ര രൂപയാണെന്നും കൂടി പ്രശാന്ത് ഒന്ന് പറയോ? ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതിയെ പേര് മാറ്റി പ്രധാനമന്ത്രി ആവാസ് യോജന ആക്കിയത്. അത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പഠിക്കാതെ പറയരുത്. അല്ലല്ല, കുഴപ്പമില്ല. നിങ്ങള് പഠിക്കാതെ പറയരുത്, നിങ്ങള് പഠിക്കണം. 60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചു. വാളയാർ ഡാമും മലമ്പുഴ ഡാമും ഒക്കെ കെട്ടിയത് 60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചത്. 60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചു. അല്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് അറബിക്കടലിലുള്ളത്. നിങ്ങൾ അതുകൊണ്ടാണ് അറബിക്കടലിലുള്ളത്. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം രാജ്യം ഭരിച്ചതിനേക്കാൾ 10 വർഷം കൊണ്ട് കൊടുത്ത കണക്കാണ് പറയുന്നത്. നിങ്ങൾ 60 വർഷം ഭരിച്ച് ഇതിനേക്കാൾ കൂടുതൽ കണക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജനസഭയിൽ അവതരിപ്പിച്ചോളൂ, കേൾക്കാം. കഴിഞ്ഞ 10 വർഷത്തിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം മാത്രം 3.5 കോടി ആളുകൾക്ക് വീട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 12 കോടി 10 ലക്ഷം വീടുകളിലേക്ക് കുടിവെള്ളം എത്തിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം. ഈ 60 വർഷം സാധിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 10 കോടി ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ നൽകി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 11 കോടിയിലധികം ആളുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി കിസാൻ സമ്മാൻ നിധി മാസം 6,000 രൂപ. ഇതേ ഇവരുടെ രതീഷിന്റെ കുടുംബക്കാരൻ ചിലപ്പോൾ വാങ്ങുന്നുണ്ടാവും. അത് വാങ്ങിയിട്ട് തന്നെ മോദിയെ തെറി വിളിക്കുന്നുണ്ടാവും. അത് പ്രശ്നമില്ല. അപ്പൊ പ്രശാന്തിന്റെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും പറയട്ടെ, ഇല്ലെങ്കിൽ മൂപ്പർക്ക് ഒരു മണിക്കൂർ സമയം കൊടുക്കും. അവർക്ക് ഈ അടിയിൽ കയറുക എന്നുള്ള ഭയങ്കര താല്പര്യം. CPM-കാരുടെ അടിയിൽ കയറും, നിതീഷ് കുമാറിന്റെ അടിയിൽ കയറും, ലാലുവിന്റെ അടിയിൽ കയറും. ഈ അടിയിൽ കയറാൻ നല്ല തിരക്കുണ്ട്. ഈ അടിയിൽ കയറിയിട്ട് നല്ല ശീലമായി. അതുകൊണ്ട് ഇനിയിപ്പോ ഞങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ പോകുന്നത് ഞങ്ങൾ നടത്തിയ പദ്ധതികൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ്. ഇവർ പോകുന്നത് എന്തുകൊണ്ടാണ്? മണിപ്പൂരിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അവർ പോകുന്നത്. അതിനെ പറ്റിയിട്ട് അല്ലാതെ ഇവർക്ക് വേറൊരു വികസനത്തെ പറ്റി പറയാനില്ല. അടുത്തത് ബീഫ്, ഗുജറാത്ത്, ശൂലം, ഭ്രൂണം. നിങ്ങൾ എന്തിനെ പറ്റി പറഞ്ഞോളൂ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ വീടുകളിൽ കയറുന്നുണ്ട്. ഞങ്ങൾ നൽകിയ അരി, ഞങ്ങൾ നൽകിയ വീട്, ഞങ്ങൾ നൽകിയ വൈദ്യുതി, ഞങ്ങൾ നൽകിയ വെള്ള കണക്ഷൻ, അങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി 4-നും 40-നും വേണ്ടി മത്സരിക്കുന്നവരല്ല, 400-ന് വേണ്ടി കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ വീട് നിർമ്മിക്കുന്നതിനുള്ള തുകയെ കുറിച്ച് ചോദ്യം സ്ട്രൈറ്റ് ആണ്. പ്രശാന്ത്, എത്ര രൂപയാണ് നൽകുന്നത്?
എത്രയാണ് നൽകുന്നത് പറഞ്ഞോളൂ, എത്രയാണ് നൽകുന്നത്? ദാ, ഞാൻ മറുപടി പറയേണ്ട എത്രയാണ് ആവശ്യമില്ല. നൽകുന്നത്? നിങ്ങൾക്ക് തെളിവ് സഹിതം ഗൂഗിൾ ചെയ്താൽ എത്രയാണ് നൽകുന്നത്? Yes. അല്ല, ഗൂഗിൾ ഒരു വീട് നിർമ്മിച്ച് നൽകാൻ എത്ര നൽകുന്നു? ഒരു വീട് നിർമ്മിച്ച് നൽകാൻ എത്ര നൽകുന്നു? ഒരു വീടിന് എത്ര നൽകുന്നു? ഒരു വീടിന് ഒരു ഗുണഭോക്താവിന് എത്ര നൽകുന്നു? പറയൂ. 50% കേന്ദ്ര സർക്കാർ. ഒരു ഗുണഭോക്താവിന് എത്ര നൽകുന്നു? ഞാൻ പറയാം. കേന്ദ്ര സർക്കാർ ഒരു ഗുണഭോക്താവിന് വീട് നിർമ്മിച്ചു നൽകാൻ കൊടുക്കുന്നത് 71,000 രൂപ. ഈ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും പറ്റുമോ? പിണറായിയുടെ സർക്കാർ ലൈഫ് ഭവന പദ്ധതി വഴി നൽകുന്നത് 4 ലക്ഷം രൂപ. 70,000 രൂപയാണ് ബി.ജെ.പിയുടെ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ നൽകുന്നത്. കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതി വഴി നൽകുന്നത് 4 ലക്ഷം രൂപയാണ്. വികസനത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഈ പാലക്കാട് നിന്ന് ചർച്ച ചെയ്യുമ്പോ പ്രശാന്ത് പറയണം, കോച്ച് ഫാക്ടറി എവിടെ? കോച്ച് ഫാക്ടറി എവിടെ? എന്താ നിലപാട്? കോച്ച് ഫാക്ടറി നൽകുമോ ഇല്ലയോ? 291 ഏക്കർ സ്ഥലം, ഞാൻ പറഞ്ഞത് കൈമാറിയ ഭൂമിയിൽ നിങ്ങൾ കോച്ച് ഫാക്ടറി അനുവദിക്കുമോ ഇല്ലയോ? ഈ രാജ്യത്തിനകത്ത് പൊതുമേഖലകൾ ഉണ്ടായിരുന്ന എയർപോർട്ടുകൾ, തുറമുഖങ്ങൾ എല്ലാം വിറ്റു. കഞ്ചിക്കോട്ട് 56,000 കോടി രൂപ വില വരുന്ന BEML 550 കോടി മേഗാ കമ്പനിക്ക് വിൽക്കാൻ വെക്കുന്നു. അതിൽ നിന്ന് 725 കോടി ആ മേഗാ കമ്പനിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. കോൺഗ്രസ് കട്ടവന് കഞ്ഞി വെക്കുന്നത് പോലെ 340 വാങ്ങി ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് വായണക്കാത്തത് MP രാജേഷ്. അന്ന് MP രാജേഷ് കോച്ച് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. എന്നിട്ടാണ് ഇവർ പറയുന്നത് കോച്ച് ഫാക്ടറി ഒഴിവിക്കട്ടെ. ഇവിടെ റായ്ബറേലിയിലെ ഇന്ത് കോച്ച് ഫാക്ടറി വന്നു. ഈ രാജ്യത്ത് ഒരു ആവശ്യമില്ലാത്ത ചർച്ചയാ ഇവർ കൊണ്ടുവരുന്നത്. കുഴപ്പം ഇവര് അങ്ങയുടെ കയ്യിൽ ഏതായാലും വാദപ്രതിവാദങ്ങൾ ചാടുകയാണ് പ്രശാന്ത്. ജനസഭയിൽ ഇനി ശേഷിക്കുന്നത് അരമണിക്കൂർ കൂടിയാണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. പാലക്കാട് ആര് വാഴും ആരൊക്കെ വീഴും? ജനസഭ തുടരുന്നു. ചോദ്യം. നമസ്കാരം. ഇടതുപക്ഷ പ്രതിനിധിയുടെ ചോദ്യം. ഞാനൊരു വാഹന കച്ചവടം ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ 6 മാസമായി ഇവിടെ വാഹന RC ബുക്കും ലൈസൻസും കിട്ടുന്നില്ല. കേരളത്തിൽ 6.5 ലക്ഷം ജനങ്ങൾക്ക് കിട്ടുന്നില്ല. 16 കോടി റുപ്യ ആകെ കൊടുക്കാനുള്ളൂ. ഇതുപോലും കൊടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പണമില്ല. പിന്നെ എന്താണ് നമ്മൾ ഈ ഭരണത്തിൽ ഉദ്ദേശം? രണ്ടാമത് കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം. വയനാട്ടിൽ കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 കൊല്ലം ജയിച്ചു പോയിട്ട് ആകെ 9 പ്രാവശ്യമാണ്. 16 പ്രാവശ്യം തായ്ലാന്റിൽ പോയി. ഇതുകൊണ്ട് ഇവിടെ 9 പ്രാവശ്യം അതിനുള്ള സമയം നിങ്ങൾ കണ്ടോ? തായ്ലാന്റിൽ പോയി നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ചോദിക്കട്ടെ. ചോദ്യങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ചോദിക്കട്ടെ. അതിന് മറുപടി പറയല്ലോ. കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? ചോദിച്ചോ. BJPയോട് ചോദിക്കും. ഒരു നിമിഷം ഇരിക്കെ. പാലക്കാട് പ്ലീസ് ഒരു മിനിറ്റ്. ചോദിക്കൂ. കേന്ദ്രത്തിൽ BJP നിങ്ങൾ എങ്ങനെ വെള്ളം വെച്ച് ഓഫ് ചെയ്യും? ചോദിക്ക്. BJP പ്രതിനിധിയുടെ ചോദ്യം. കേന്ദ്രത്തിൽ BJP ഭരണം വന്നാൽ പാലക്കാട് എന്താണ് വികസനം ചെയ്യാൻ പറ്റുക? BJP പ്രതിനിധി അതും പറയണം. യെസ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇവിടെ അദ്ദേഹം BJP ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത ചോദ്യമാണ് എന്നുള്ളത് ചോദ്യം കേൾക്കുമ്പോഴും അറിയാം. കയ്യിലുള്ള ചരട് കണ്ടാലും അറിയാം. കയ്യിലുള്ള ആ കയ്യൊന്ന് കാണിച്ച കയ്യിലെ ചരട് കണ്ടാ അറിയാതാണ്. ചരട് കണ്ടാ അറിയാം. അപ്പോ ഈ ചോദ്യം ഈ രാജ്യത്തിനകത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ
ഞാൻ പറഞ്ഞില്ല. കെട്ടുന്നവന്റെ വോട്ട് വേണ്ടേ? അല്ല, അത് പറഞ്ഞില്ല. പറയട്ടെ ഞാൻ പറഞ്ഞ അതല്ല. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അദ്ദേഹം BJP ഓഫീസിൽ നിന്ന് വന്ന ചോദ്യമാണ് ഏതെങ്കിലും ഒരു RT ഓഫീസിൽ സാങ്കേതികമായിട്ടുണ്ടായ ഒരു തടസ്സമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയം. ഈ രാജ്യത്തിനകത്ത് 10,000 കോടി രൂപ ഗ്യാസിന്റെ സബ്സിഡി കിട്ടാത്തതാണ് ഈ രാജ്യത്തെ പ്രശ്നം. ഈ രാജ്യത്ത് നിന്ന് പണം കട്ടുകൊണ്ടുപോയ വിജയ് മല്യയെ ഇന്ത്യയുടെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റാത്തതാണ് ഈ രാജ്യത്തിലെ ചർച്ച. നീരവ് മോദിയെ രാജ്യത്തിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതാണ് ചർച്ച. അല്ലാതെ നിങ്ങൾ കരുവന്നൂരിലേക്ക് ED വിട്ടതല്ല. നിങ്ങൾ ED അല്ല, CBI അല്ല, ആരെ വേണമെങ്കിലും വിട്ടോ. അതിലൊന്നും മാപ്പെഴുതി കൊടുക്കുന്ന ചരിത്രം, മാപ്പെഴുതി കൊടുക്കുന്ന ശബ്ദം ഞങ്ങൾക്കില്ല. ജയിൽമുറിയിൽ പോയാൽ ഷൂസ് നക്കി പുറത്തു വന്നത്, മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്നതിന്റെ ചരിത്രം നിങ്ങൾക്കാണുള്ളത്. ഞങ്ങൾ ജയിൽമുറി കണ്ടിട്ടുള്ളവർ തന്നെയാണ്. നിങ്ങളുടെ EDയും CBIയും പേടിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞങ്ങൾ കരുതിയിട്ടില്ല. അതിന് BJP ഇനിയും ഒരുപാട് ഈ രാജ്യത്തിനകത്ത് മുന്നേറേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഇതിനേക്കാൾ വലിയ നേതാക്കൾ, വാജ്പേയി തോറ്റ നാടാണ് ഇന്ത്യ, ഇന്ദിരാഗാന്ധി തോറ്റ നാടാണ് ഇന്ത്യ. നരേന്ദ്രമോദി തോൽക്കുമെന്ന് മാത്രമല്ല, നരേന്ദ്രമോദി നടത്തിയ അഴിമതിയുടെ ശവപ്പെട്ടി കുംഭകോണത്തിന്റെ ഈ ജമ്മു കാശ്മീരിൽ ജവാന്മാർ കൊല്ലപ്പെട്ടതിന്റെ ഒക്കെ കണക്ക് ഈ രാജ്യത്തിന്റെ ജനത്തിന്റെ മുമ്പിൽ എണ്ണി എണ്ണി നരേന്ദ്രമോദിക്ക് പറയേണ്ടിയും വരും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ചെയ്തത്ര വികസനം ഇന്ത്യ രാജ്യത്തെ 540 മുതൽ പല ചെയ്തിട്ടില്ല. നോക്കൂ, കണ്ണു തുറന്ന് കണ്ണാടി തുടച്ച് കാണോ, അവിടെ ഒരു പാർലമെന്റ് അംഗത്തിന് 25 കോടി അതായത് 25 കോടി ഒരു MP ഫണ്ട് ഉണ്ടായിരുന്നത് BJP ഒരു പാർലമെന്റ് അംഗമായത് മാത്രം, ഒരു പാർലമെന്റ് അംഗത്തിന്റെ 17 കോടി രൂപയും അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ വയനാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ സുരേന്ദ്രൻ അവിടെ ജയിക്കട്ടെ. രാഹുൽ ഗാന്ധിന് അടുത്ത് പോയി നിൽക്കാൻ പോലുള്ള വോട്ടുണ്ടാവില്ല, ഉറപ്പാണ്. സുരേന്ദ്രൻ അവിടെ വട്ടപൂജ്യത്തിലേക്ക് എത്തി അവിടെ സംപൂജ്യരായി കേരളത്തിലെ കാശിക്ക് പോകാം ഇവിടത്തെ BJP-ക്കാർക്ക്. ഓക്കെ, പാലക്കാട് എന്തൊക്കെ വികസനം കൊണ്ടുവരും ഇവിടെ നിന്ന് കൃഷ്ണകുമാർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ? പ്ലീസ് ഒരു മിനിറ്റ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ മോനെ. ഇവിടെ നേരത്തെ പറഞ്ഞു ED CBI ആര് വേണമെങ്കിലും വന്നോട്ടെ എന്നൊക്കെ CPM-ന്റെ ആളുകൾ പറഞ്ഞു. ഇവിടെ CBI വന്ന സമയത്ത് ആ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ആംബുലൻസിനകത്ത് പോയ ജയരാജന്റെ പാരമ്പര്യമുള്ള ആളുകളാണ് ED വന്നോട്ടെ CBI വന്നോട്ടെ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു ഇവിടെ ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്, വാജ്പേയി തോറ്റിട്ടുണ്ട്, അവരുടെയൊക്കെ നാടാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. ഞാൻ സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്, വാളയാറിലെ പെൺകുട്ടികളുടെ നാട് കൂടിയാണ് ഇന്ത്യ. ഇവിടെ നിങ്ങൾ തല്ലിക്കൊന്ന സിദ്ധാർത്ഥന്റെ നാട് കൂടിയാണ് ഇന്ത്യ. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ നാട് കൂടിയാണ് ഇന്ത്യ. അതിനൊക്കെ എണ്ണി പകരം ചോദിക്കും. കരുവന്നൂരിലെ നിങ്ങള് പാവപ്പെട്ട ജനങ്ങളുടെ പണം അഴിമതിയിലൂടെ നിങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനെണ്ണി കണക്ക് ചോദിക്കും. പിണറായി വിജയന്റെ മകൾ എക്സാലോജിക്സ് കമ്പനി കരിമണൽ കർത്താക്ക് എന്തൊക്കെ സേവനങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് ആ മാസപ്പടി വാങ്ങിയത് എന്നതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പിന്നെ നേരത്തെ സവർക്കറെ കുറിച്ച് പറഞ്ഞു, കാല് പിടിച്ചു കാല് നക്കി എന്നൊക്കെ പറഞ്ഞു. സവർക്കർ കാല് പിടിച്ചു കാല് നക്കി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പൂർവികന്മാർ ആരുടെയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ജയിലിൽ സഭ്യമല്ലാത്ത ഭാഷ പ്രയോഗിച്ചത്, സഭ്യമല്ലാത്ത ഭാഷ, ഒരു മാന്യതയില്ലാത്ത ഭാഷ പ്രശാന്ത് സഭ്യമല്ലാത്ത ഭാഷ പറയരുത്. പെട്ടെന്ന് കൊടകര കുഴൽപ്പണ കേസ്
എല്ലാവർക്കും അറിയാലോ, സുരേന്ദ്രൻ അടക്കം 3.5 കോടിയോളം കടത്തിയെന്നാണ് അറിയുന്നത്. എത്രയാ നമുക്കൊന്നും അറിയില്ല, എത്ര കോടി കടത്തിയെന്നും അറിയില്ല. അതിപ്പോ സെറ്റിൽമെന്റ് ആയി. സെറ്റിൽമെന്റ് ആയില്ലേ? അത് ലാവ്ലിൻ കേസാണോ കരുവന്ന വിഷയമാണോ BJP-യും CPM കൂടി സെറ്റിൽ ആയത്? എല്ലാം എക്സാം ലോജിക്കാണോ? ഏത് വഴിയാ നിങ്ങൾ രണ്ടുപേരോടാ ചോദിക്കുന്നത്? കൊടകരയെ കുറിച്ച് പറഞ്ഞല്ലോ, കൊടകരയിൽ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സിംഗിൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ സഹോദര? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. കാരണം അവിടെ കുഴൽപ്പണ വേട്ട നടന്നിട്ടില്ല. ഹൈവേ റോബറി, നിങ്ങൾ ബോധപൂർവ്വ കുഴൽപ്പണം ഉണ്ടാക്കി. നിങ്ങൾക്ക് ഈ കുഴൽ എന്ന് കേൾക്കുമ്പോ പാലക്കാട് ആളുകൾക്ക് അറിയും, കോൺഗ്രസ്സുകാർക്ക് കുഴൽ എന്ന് കേൾക്കുമ്പോൾ പ്രത്യേക ഒരു സൗകര്യം. അപ്പൊ അത് പാലക്കാട്ടിലെ ആളുകൾക്ക് കുഴലിനോട് പ്രത്യേക ഒരു മമതയുണ്ടാവും. അതിപ്പോ എന്റെ കുഴപ്പമല്ല. ഒരു മിനിറ്റ് ചോദ്യം പെട്ടെന്ന് ചോദിച്ചോ. ഹലോ, 2 ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്. അരുണാചൽ പ്രദേശിൽ എന്ത് സംഭവിച്ചു? അരുണാചൽ പ്രദേശിൽ ഇലക്ഷൻ നടക്കാതെ BJP ജയിച്ചു. ഇതിനു മുമ്പ് അവിടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഭാഗമാണ്. അങ്ങനെ സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഇഷ്ട ദൈവമായ രാഹുൽ ഗാന്ധി നിങ്ങളുടെ ഇഷ്ട ദൈവമായ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഒരു അമ്മത്തള്ളയുടെ കീഴിൽ കിടക്കുന്ന, ഒരു കോഴിയുടെ കീഴിൽ കിടക്കുന്ന വേണ്ടി വയനാട് മാത്രം മത്സരിക്കുന്നു? എന്തുകൊണ്ട് നോർത്ത് പൊട്ടിപ്പോകുന്നു? എന്താണ് ഈ 2 കാര്യം വിശദീകരിക്കണം. നിങ്ങൾ നരേന്ദ്രമോദി സർക്കാരെ ഇറക്കിയിട്ട് കോൺഗ്രസ് കയറും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വയനാടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു? ഈ വയനാടിൽ എന്തൊക്കെ വികസനം ചെയ്തു എന്ന് കണ്ണൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു. കണ്ണൻ പറഞ്ഞ മാതിരി ഇവിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനങ്ങൾ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധി വയനാട് MP ആയിട്ട് ചെയ്തതിന്റെ 2 3 കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിക്കൂ. ഞാൻ നിങ്ങൾ വിശദീകരിക്കൂ. അതായത് അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും യുനാനിമസായി അവിടുത്തെ MLA-മാർ ജയിച്ചു വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോഴും പത്രം വായിക്കണം ഇതിനേട്ടാ. കോൺഗ്രസ് ഭരിക്കുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ED-യും CBI-യും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തുന്ന ഒരു വേട്ടയുടെ ഭാഗമായിട്ടാണ് നോർത്ത് ഈസ്റ്റ് രാജ്യങ്ങളിൽ നിങ്ങൾ തെറ്റിയിട്ട് ED വരുന്നത് എന്താ കാര്യം? പിന്നെ നിങ്ങൾ തെറ്റിയിട്ട് നിലവിളിച്ചിട്ട് കാര്യം? നിങ്ങൾ തെറ്റിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. നിങ്ങൾ തെറ്റിയത് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അമിത് ഷാ ഉള്ളി പോയിട്ടുണ്ട്. ഞങ്ങളൊരു കാര്യം പറയാ, ഇവിടെ ഒരു കാര്യം പറയാ, വാരണാസിയിലാണല്ലോ നരേന്ദ്രമോദി മത്സരിച്ചത്. ഇനിയും സമയമുണ്ടല്ലോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി, വാരണാസി ഒഴിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി മത്സരിക്കാൻ. 56 ഇഞ്ചുകാരന് എന്റെ പൊന്നു ചേട്ടാ, കോൺഗ്രസിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അവരാണ് പറയുന്നത് നിങ്ങൾ കോൺഗ്രസിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. കോൺഗ്രസുകാരെ രാഹുൽ ഗാന്ധി തീരുമാനം ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നടപ്പിലാക്കിയ വികസനം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നടപ്പിലാക്കിയ വികസനം, ഒരു വികസനം നോക്കൂ. അവിടെ MP ലാക്സ് എന്ന് പറയുന്ന സൈറ്റിൽ കയറി നോക്കൂ. എല്ലാത്തിലും ഗൂഗിൾ ചെയ്യുന്ന ആളുകളാണല്ലോ. MP ലാക്സിൽ കയറി നോക്കൂ. പാലക്കാട്ടിൽ ഇരുന്നിട്ട് രാഹുൽ ഗാന്ധി ചെയ്തതിന്റെ വികസനത്തിന്റെ നേട്ടം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണാം. ഈ രാഹുൽ ഗാന്ധി ചെയ്ത വികസനത്തിന്റെ ഗുണം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ കാണാം. ഒരു നിമിഷം, ചോദ്യത്തിന് ഉത്തരവുണ്ടോ? വയനാട്ടിൽ രാഹുൽ ഗാന്ധി നടപ്പിലാക്കിയ വികസനം, അവിടുത്തെ ആശുപത്രികളിലും, അവിടുത്തെ വയനാട്ടിലെ ആശുപത്രികളിൽ കോഴിക്കോടും മലപ്പുറവും കൂടുതൽ ഇവരേട്ടന്മാരും കൂടി ഒന്നിച്ച് അത് ഞങ്ങള് അണ്ണൻ നമ്പ്യാരോട് പറയാ. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാണുമ്പോ രാഹുൽ ഗാന്ധി അവിടെ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ഇവര് ചിഹ്നം സംരക്ഷിക്കാൻ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ഇവിടെ അരുണാചൽ പ്രദേശിന്റെ കാര്യം പറഞ്ഞു.
അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് ആയി ജയിച്ച എല്ലാ ആളുകളും ഒന്നിച്ച് BJP ആയി മാറി. ഇതാണ് കോൺഗ്രസിന്റെ ചരിത്രം. ഇപ്പോ ഹിമാചൽ പ്രദേശിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ഒരേ കോൺഗ്രസിന് ഭരണമുള്ള ഒരേ ഒരു സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ആ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ സർക്കാർ ഇപ്പൊ ന്യൂനപക്ഷമാണ്. 6 MLA-മാർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവർ BJP-യുടെ കൂടെ പോയി. ഇപ്പോ അതാണ് രാജ്യത്തെ നിങ്ങൾ പാലക്കാട്ട് MP LAD-യുടെ കണക്ക് പറഞ്ഞാൽ മതി. 3 കോടി 1.9 ലക്ഷം രൂപ ചിലവഴിക്കാതെ ഇട്ട MP ആണ് വീണ്ടും മത്സരിക്കുന്നത്. കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല എന്ന് മാത്രമല്ല, പാലക്കാട്ട് MP തനിക്ക് അനുവദിക്കപ്പെട്ട MP LAD-യിൽ 3 കോടി 1.9 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് ഈ ക്ഷേമ പെൻഷന്റെ കാര്യം ഒരു ചോദ്യം. ഹലോ ഇവിടെ നിതിനും രതീഷും തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവരെന്തിനാ തർക്കിക്കുന്നത് എനിക്ക് കാരണം ഇവരവിടെ പോയി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത്. ഇവിടെ സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് ഇവര് ഈ രണ്ടിൽ ആര് ജയിച്ചാലും ഇവര് പിന്തുണയ്ക്കാൻ പോകുന്നത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ സാധിക്കാതെ ഇവിടെ നിന്ന് വാളയാർ ചുരത്തിനപ്പുറത്ത് മധുരയിലെ അവിടുത്തെ CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡിനകത്ത് പട്ടമാരുടെയാണ് രാഹുൽ ഗാന്ധിയുടെ. ഇവിടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ കഴിഞ്ഞ ദിവസം അവിടെ ഡൽഹിയിലെ ധീരാജിയും രാഹുൽ ഗാന്ധിയും എല്ലാം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ വയനാട്ടിൽ വരുന്നു, രണ്ടുപേരും എതിർത്ത് മത്സരിക്കും. നിങ്ങൾ എന്തിനാണ് രണ്ടായി മത്സരിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ച് ഈ കേരളത്തിലെ ജനങ്ങളെ എന്തിനാ ഇനിയും വിട്ടുകളാക്കുന്നത്? ഇവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ക്ഷേമ പെൻഷൻ 7 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോ കേരളത്തിലുടനീളം ചില ഫ്ലെക്സുകൾ കാണുന്നുണ്ട്. വിഷു കൈനീട്ടം ഞങ്ങൾ ഇതാ നൽകുന്നു. ഞാൻ ഈ ഫോൺ വാങ്ങിച്ചത് EMI ലോൺ ഇട്ടിട്ടാണ് ഈ ഫോൺ വാങ്ങിച്ചത്. മാസം 2000 രൂപ അടവാണ് എനിക്ക്. ഞാൻ 7 മാസം ഈ ഫോണിന് അടവ് കൊടുത്തില്ല. എന്നിട്ട് ഞാൻ ഈ ബജാജിൽ പോയി കൊടുത്തിട്ടില്ല. ഇല്ല ഞാൻ എന്നിട്ട് പോയിട്ട് ഒരു 3 മാസത്തെ ഞാൻ ലോൺ ഞാൻ ഒരുമിച്ച് അടയ്ക്കാമെന്ന് പറഞ്ഞ ഒരു ഫ്ലെക്സ് ബോർഡും കൊണ്ട് വെച്ചിട്ട് വിഷു കൈനീട്ടമാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത്തരത്തിലൊരു നാറിയ ഭരണം കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? BJP-യോടൊരു ചോദ്യം. ഇവിടെ 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. ശരി, 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ നിങ്ങൾ മരവിപ്പിച്ചു? നിങ്ങൾക്ക് പേടിയല്ലേ? അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ല. ഇവർ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ ആളുകൾക്കും നിയമം ബാധകമാണ്. ഇവിടെ നികുതി അടയ്ക്കാതെ ഞങ്ങളുടെ അക്കൗണ്ടിലെ പണം അവിടെ ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെന്താണ് മറുപടി ഉള്ളത്? ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും ഒരു നിയമമാണ്. സോണിയാഗാന്ധി പ്രത്യേക നിയമമില്ല. അത് വേണമെങ്കിൽ ഇറ്റലി പോകണം. ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മൊബൈലിന് അടവടയ്ക്കാൻ പറ്റില്ല. വീട്ടിൽ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്ത പൈസ വെച്ചിട്ട് നിങ്ങൾ പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കണം. ഉമ്മൻചാണ്ടി 600 രൂപയാണ് ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത്. 5 കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി കൂട്ടി എത്രയാണെന്നറിയോ? 100 രൂപ. പിണറായി കൂട്ടി എത്രയാണെന്ന് അറിയോ? 1000 രൂപ. നിങ്ങൾ പെൻഷൻ കൊടുക്കുമ്പോ അത് വാങ്ങാൻ പഞ്ചായത്ത് ഞങ്ങൾ ഈ പെൻഷൻ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്ന സർക്കാർ, അതാണ് പിണറായിയുടെ സർക്കാർ. നിങ്ങൾ കൊടുത്തത് 32 ലക്ഷം ആളുകൾക്ക്, ഞങ്ങൾ കൊടുക്കുന്നത് 64 ലക്ഷം ആളുകൾക്ക്. അനിൽ നമ്പ്യാർ ഇവിടെ ഉത്തരവില്ലെങ്കിൽ ഉത്തരവില്ല എന്ന് പറയണം. ഇവിടെ രണ്ട് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലെയുള്ള ബോർഡുകളിൽ നിന്ന് കിട്ടുന്ന പെൻഷനും CPM LDF 2 പെൻഷനെ വെട്ടിക്കുറച്ചുകൊണ്ട് അവരുടെ ഇൻകം ഒരാൾക്ക് ഒരു പെൻഷൻ, അതാണ് നിലപാട്. ഇവിടെ
CPM നെ പൈസ നൽകാനുണ്ടെന്ന് പറഞ്ഞ് ജയിപ്പിക്കാൻ പറയുന്നല്ലോ. കോൺഗ്രസിന്റെ ഒരു അക്കൗണ്ടും മരവിപ്പിച്ചിട്ടില്ല. ആദായ നികുതി അടയ്ക്കാത്തത് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും ഒരേ നിയമമാണ്. കലാശ കൊട്ടാണ് ഇത്. എല്ലാവർക്കും ഒരേ നിയമമാണ്. ഇവിടെ ബിജെപിക്ക് ഒരു നിമിഷം ഒരു നിമിഷം അടച്ചിട്ടുണ്ടോ? ബിജെപി ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ? അടച്ചിട്ടുണ്ടോ? ചോദിക്കാമല്ലോ. ബിജെപി ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ? ബിജെപി ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ? ഇവിടെ ഡൽഹി കോടതി ഇത്രയും കോടിക്കണക്കിന് കേന്ദ്രം പണം തന്നുണ്ടോ? ഉണ്ടോ? അത് കിട്ടട്ടെ വേണ്ട. അവിടെ പാട് കിടന്നില്ലേ, സമരം പിടിച്ചില്ലേ, ആ പണം തരുകയും ചെയ്തില്ലേ? എന്നിട്ട് എവിടെ ആ പണം അവിടെ പോയി? ഒരു മാസത്തെയോ ഇനി വന്ന എലക്ഷൻ അടുക്കണ്ട. ഇപ്പൊ 7 മാസത്തെ 7 മാസത്തെ 8 മാസമാണ്. 1 മാസമേ തന്നിട്ടുള്ളൂ. ഇനി എപ്പ തരും? കോൺഗ്രസ്സുകാരനെ കുറ്റം പറയില്ല. എപ്പ തരും എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞല്ലോ, അതാണ് പറഞ്ഞത്. ഏപ്രിൽ മാസത്തിൽ കേന്ദ്രം നൽകാനുള്ള എല്ലാ കേന്ദ്രത്തിലും കോടി നൽകിയാൽ 1600 അല്ല 2000 രൂപയായി വർദ്ധിപ്പിക്കും. കേന്ദ്രം പിടിച്ചുവെച്ച 57,000 കോടി ബിജെപി കേരളത്തിന് നൽകുന്നു. മറുപടിയാണ് ഈ പറയുന്നത്. കേരളത്തിൽ പിണറായിയുടെ കാലത്ത് 1600 ബിജെപി നൽകുന്നത് 200 രൂപ. പാലക്കാട്ടെ ജനസഭ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചർച്ച സജീവമാക്കിയ പാനലിസ്റ്റുകൾക്കും അതുപോലെ പാലക്കാട്ടെ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ നമുക്ക് എടപ്പാളിൽ കാണാം. നന്ദി, നമസ്തേ.